നമസ്കാരം. സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ നിർണായകമായ ഒരു ചുവടുവയ്പായിട്ട് ഏകദേശം 31 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന ധനസഹായ പദ്ധതി സർക്കാർ ഔദ്യോഗികമായിട്ട് നടപ്പിലാക്കുകയാണ്. നവംബർ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എങ്കിൽ നമുക്ക് 3 ഗഡുക്കളോളം, അതായത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലെ ഗഡുക്കൾ ഒന്നിച്ച് 3000 രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യാനുള്ള സാധ്യത ഇവിടെ തള്ളിക്കളയാനാവില്ല. ഏതായാലും ജനുവരി മാസത്തിൽ തന്നെ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഈ സഹായം അത് സാധാരണക്കാരായ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമായി മാറുന്നതായിരിക്കും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരും ഇനി സമർപ്പിക്കാനൊക്കെ തന്നെ പോകുന്നവരും ഒക്കെ തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതിനായിട്ട് എല്ലാവരും തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് സ്വീകരിക്കുന്നത്. വ്യക്തികൾക്ക് സ്വന്തം നിലയിൽ മൊബൈൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ ഒഴിവാക്കുന്നതിനായിട്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ അല്ലെങ്കിൽ മറ്റ് അംഗീകൃത ജനസേവാ കേന്ദ്രങ്ങൾ എന്നിവ വഴി അപേക്ഷിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഏകദേശം 40 രൂപയോളം വരുന്ന ചെറിയൊരു സേവന നിരക്ക് നിങ്ങൾ ഈ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലൊക്കെ നൽകുന്നതിലൂടെ അപേക്ഷകൾ സുഗമമായിട്ടും പിഴവുകൾ കൂടാതെ സമർപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങളെ സമീപിച്ച് അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കുന്നത് അനാവശ്യമായ കാലതാമസം ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. പദ്ധതിയുടെ രജിസ്ട്രേഷനും മറ്റ് വെരിഫിക്കേഷൻ നടപടികളും പൂർണ്ണമായിട്ടും ആധാർ അധിഷ്ഠിതമായിട്ടുള്ള OTP സംവിധാനത്തിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അപേക്ഷകരുടെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ നിലവിൽ സജീവമാണെന്ന് പ്രത്യേകം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവരോ അല്ലെങ്കിൽ പഴയ നമ്പറുകൾ മാറ്റാത്തവരോ ഉണ്ടെങ്കിൽ എത്രയും വേഗം ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററുകൾ വഴി അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ആധാർ വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ അത് അപേക്ഷ നിരസിക്കപ്പെടാനായിട്ട് കാരണമായി മാറുന്നതായിരിക്കും എന്നതിനാൽ തന്നെ ഈ ഘട്ടം അതീവ ജാഗ്രതയോടെ നിങ്ങൾ കാണേണ്ടതാണ്. ഇനി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളിൽ അപേക്ഷകരുടെ ഫോട്ടോ, റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ അത്യന്താപേക്ഷിതമാണ്. മുൻഗണനാ വിഭാഗത്തിൽ, അതായത് AY, BPL എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് തെളിയിക്കുന്നതിനായിട്ട് റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ പതിപ്പ് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ അപേക്ഷകർക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ള സാക്ഷ്യപത്രം അത് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകേണ്ടതാണ്. ഈ സാക്ഷ്യപത്രത്തിലെ വിവരങ്ങൾ സത്യസന്ധമായിരിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ആനുകൂല്യങ്ങൾ റദ്ദാക്കാനും നിയമ നടപടികൾക്കും കാരണമായി മാറുന്നതാണ്. അർഹരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് പഞ്ചായത്ത് തലത്തിൽ കർശനമായ പരിശോധനകളും ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ വഴി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും മറ്റ് രേഖകളും നിങ്ങളുടെ പരിധിയിലുള്ള പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. പലയിടങ്ങളിലും അപ്രൂവൽ നടപടികൾ വേഗത്തിലാക്കുന്നതിനും അപേക്ഷയിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് ഇത്തരത്തിൽ ഭൗതികമായിട്ടുള്ള രേഖാസമർപ്പണം ആവശ്യപ്പെടാറുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്ക് അപേക്ഷകൾ പരിശോധിക്കാനും അർഹതയില്ലാത്തവരെ നിരസിക്കാനും പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില പ്രത്യേക വിഭാഗങ്ങൾ ഈ ആനുകൂല്യത്തിന് അർഹരല്ല എന്നത് ശ്രദ്ധേയമാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ തുടങ്ങിയ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമോ താൽക്കാലികമോ ആയിട്ടുള്ള ജോലിയുള്ളവർക്കും ഇതിൽ അപേക്ഷിക്കാൻ അർഹതയില്ല. കൂടാതെ കുടുംബ പെൻഷൻ അല്ലെങ്കിൽ EPF ലഭിക്കുന്നവരും ഈ പരിധിയിൽ വരില്ല. അപേക്ഷകർ 60 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം. വയസ്സ് തെളിയിക്കുന്നതിനായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാം. ഇത്തരം രേഖകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറിൽ നിന്നുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ്. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇനിയും സമർപ്പിക്കാനുള്ളവർ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ജനുവരി മാസത്തിൽ തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.